إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം നമുക്ക് നൽകിയത് പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ജീവിച്ചു മരിക്കുന്നതിനിടയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ ഈ ജീവിത കാലയളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും മാറി മാറി നമ്മെ പരീക്ഷിക്കും. അല്ലാഹു പറയട്ടെ, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ ഫിത്ന വഇലൈനാ തുർജഊൻ. നാം നിങ്ങളെ ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും പരീക്ഷിക്കും. അത് നിങ്ങൾക്ക് ഫിത്നയായാണ്. അല്ലാഹു ഖൈർ സംഭവിച്ചാലും ശർറ് സംഭവിച്ചാലും ക്ഷമയവലംബിച്ച് നന്ദി കാണിച്ച് ഈമാനിലും തഖ്വയിലും അടിയുറച്ച് അവനെ കണ്ടുമുട്ടുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ ഒരു ഫിത്നയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതം നൽകിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിന്റെ ഈമാൻ അത് രണ്ട് പകുതികളാണ്. അതിലൊന്നാമത്തെ പകുതി നിസ്ഫു സബ്ർ, ക്ഷമയുടെ പാതിയാണ്. ക്ഷമ എന്നത് ഈമാനിന്റെ പകുതിയാണ്. വനിസ്ഫു ശുക്രിൻ, ബാക്കി പകുതി നന്ദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്ത് അവനെ വഴിപ്പെട്ട് അവനെ അനുസരിച്ച് അവന് മാത്രം ഇബാദത്തുകൾ ചെയ്ത് സൽക്കർമ്മങ്ങളിൽ മുഴുകി അവന് നന്ദി കാഴ്ചവെച്ച് ജീവിക്കലാണ്. ഒരു മുസ്ലിമിന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് ക്ഷമയും നന്ദിയും സമ്മിശ്രമാകുമ്പോഴാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, താൽപര്യങ്ങൾ, മോഹങ്ങൾ, അഭിലാഷങ്ങൾ, അവന് ബാധിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആകുലതകൾ, വ്യാധികൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ഇതെല്ലാം മാറി മാറി സംഭവിക്കുമ്പോഴും അല്ലാഹുവിന്റെ ദീനിന്റെ വൃത്തത്തിൽ ശറഇന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ തന്റെ നഫ്സിനെ കടിഞ്ഞാണിടുക, നിയന്ത്രിച്ചു നിർത്തുക, ഇതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ 90ഓളം സ്ഥലങ്ങളിൽ ക്ഷമയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു. ഇതുതന്നെ ഒരു മുസ്ലിമിന്റെ മുഅ്മിനിന്റെ ജീവിതത്തിൽ ക്ഷമ എത്രമേൽ ആവശ്യമാണ് എന്ന് അറിയിക്കുന്നതിനുള്ള ഉദാഹരണമാണ്, തെളിവാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ക്ഷമയെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്.
ഒന്നാമത്തെ തരം തിരിവെന്ന് പറഞ്ഞാൽ അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള ക്ഷമ. രണ്ടാമത്തേത് അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ, ഹറാമുകൾ പ്രവർത്തിക്കാതിരിക്കാൻ തന്റെ നഫ്സിനെ തടഞ്ഞു വെക്കുന്ന ക്ഷമ. മൂന്നാമതായി അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി അവന്റെ വിധി നിർണയത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ എന്തെങ്കിലും അനിഷ്ടങ്ങൾ സംഭവിച്ചാൽ, ദുരന്തമോ മുസീബത്തോ ഉണ്ടായാൽ അവിടെയും ക്ഷമ അവലംബിക്കുക തന്നെ. ഈ മൂന്ന് രൂപത്തിലുള്ള ക്ഷമ ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ മരിക്കുവോളം ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അല്ലാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ, അവനെ ധിക്കരിക്കാതിരിക്കാനുള്ള ക്ഷമ, അവൻ നൽകുന്ന പരീക്ഷണങ്ങളിൽ അടിപതറാതിരിക്കാനുള്ള ക്ഷമ, അല്ലാഹുവിന്റെ വൃതിയിൽ സമ്പൂർണ്ണ തൃപ്തി അടയാനുള്ള ക്ഷമ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെടാനുള്ള ക്ഷമ, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ, സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ ക്ഷമ ആവശ്യമാണ്. കാരണം അതിന് പ്രയാസം അനുഭവിക്കേണ്ടി വരും. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുറ തെറ്റാതെ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കാരം നിർവഹിക്കാൻ ക്ഷമ അനിവാര്യമാണ്. ശാരീരികമായ ക്ഷീണമുണ്ടാകും, ജോലി തിരക്കുകൾ ഉണ്ടാകും, രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണമെങ്കിൽ ഉറക്കം, അത് സഹിക്കേണ്ടി വരും, ക്ഷമിച്ചു നിർത്തേണ്ടി വരും. ഇങ്ങനെ നിസ്കാരം അത് നിലനിർത്താൻ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന് ക്ഷമ ആവശ്യമാണ്. നോമ്പിന്റെ കാര്യം നമുക്കറിയാം, അങ്ങേയറ്റം ക്ഷമ വേണ്ടുന്ന മറ്റൊരു ഇബാദത്താണ് നോമ്പ്. പട്ടിണിയും ദാഹവും തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ഒരു പകലുടനീളം അവൻ തടഞ്ഞു നിർത്തണം. ശരീരത്തിനു മാത്രമല്ല, കണ്ണിനും കാതിനും മനസ്സിനും ചിന്തക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ക്ഷമയുടെ കടിഞ്ഞാണുകൊണ്ട് അവൻ നിയന്ത്രണം ഏർപ്പെടുത്തണം. നോമ്പിന് ക്ഷമ വേണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ, സമ്പത്ത് വിനിയോഗിക്കാൻ, സകാത്ത് നിർവഹിക്കാൻ അപാരമായ ക്ഷമ വേണം. തനിക്കിഷ്ടപ്പെട്ട തന്റെ സമ്പത്ത് അതിനവകാശമുള്ള അർഹതയുള്ള ആളുകൾക്ക് പകുത്തു നൽകാൻ ചില്ലറ ക്ഷമയല്ല ആവശ്യമുള്ളത്. ഇങ്ങനെ ഇബാദത്തുകൾ ഏതുമാകട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ക്ഷമ അനിവാര്യമാണ്. മനുഷ്യന്റെ മനസ്സെപ്പോഴും പ്രയാസമില്ലാതിരിക്കാനാണ് ആഗ്രഹിക്കുക. പ്രയാസരഹിതമായ ജീവിതം, വിശ്രമ ജീവിതം, ബുദ്ധിമുട്ടനുഭവിക്കാതെ നിഷ്പ്രയാസം അല്ലാഹുവിലേക്ക് സഞ്ചരിക്കാനാണ് എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുക. അതോടൊപ്പം അവൻ സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവനായിരിക്കും. ഈ ഐഹിക ലോകത്തെ ജീവിതത്തിൽ സുഖങ്ങളിൽ, ആസ്വാദനങ്ങളിൽ കാലാകാലം ജീവിക്കണമെന്ന അഭിവാഞ്ഛയും അവന്റെ ഹൃദയത്തിൽ അവൻ സ്വരുക്കൂട്ടിയിരിക്കും. പക്ഷേ ഇവിടെയെല്ലാം ക്ഷമ ആവശ്യമാണ്. കാരണം മനുഷ്യന്റെ വ്യക്തനായ ശത്രു സാക്ഷാൽ ശൈത്താൻ ഈ സുഖങ്ങളിൽ അഭിരമിച്ച്, ഈ രംഗങ്ങളിൽ ക്ഷമ നശിച്ച്, അല്ലാഹുവിനെ ധിക്കരിച്ച് ദീനിനെതിരെ നടന്ന് ജീവിക്കാൻ അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും, ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ക്ഷമ കൈവിടാൻ, അക്ഷമനാകാൻ, മടിയനാകാൻ, അലസനാകാൻ, അശ്രദ്ധയിലാകാൻ അവൻ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ക്ഷമ ആവശ്യമാണ്. യഹ്താജു ഇല സബ്ർ, ക്ഷമ അനിവാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കാൻ ക്ഷമ നിർബന്ധമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവനെ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ക്ഷമിച്ചു ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ക്ഷമ അനിവാര്യമാണ് എങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം അസ്സബ്റു അലാ ഇഖ്ലാസി നിയ്യത്തി ലില്ലാഹി തബാറക വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് സൽക്കർമ്മങ്ങളിൽ മുഴുകി നമ്മൾ ജീവിക്കുമ്പോൾ ആ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ഷമ ആവശ്യമാണ്. ഏതൊരു അമലും ഏതൊരു നന്മയും പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ഷമ ആവശ്യമാണ്. ഏതാണ് ക്ഷമ? ആ അമൽ, ആ സൽക്കർമ്മം, ആ നന്മ അല്ലാഹുവിന് വേണ്ടി മാത്രം ഞാൻ നിർവഹിക്കുന്നു എന്നുറപ്പിക്കാൻ, അല്ലാഹുവിന് വേണ്ടി മാത്രം അത് കാഴ്ചവെക്കാൻ ക്ഷമ നിർബന്ധമാണ്. പടപ്പുകൾക്ക് കാണിക്കാൻ, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ, അവരെ കേൾപ്പിക്കാൻ, അവരെ പേടിച്ച് അവരുടെ ആക്ഷേപം ഭയന്ന് ചെയ്യാതിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് അല്ലാഹ്ക്ക് മാത്രം, അവൻ മാത്രം കണ്ടാൽ മതി, അവനെ മാത്രം കേൾപ്പിച്ചാൽ മതി,
കാരണം അവൻ മാത്രമാണ് ഇതിന് പ്രതിഫലം നൽകുക. അതുകൊണ്ട് അവന് മാത്രം ലില്ലാഹ് ഇതിന് ക്ഷമ വേണം. അപ്പോൾ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഒരു അമൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ഷമ നടപ്പിലാക്കേണ്ടത്. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ ആ പ്രവൃത്തി, ആ അമൽ ചെയ്യുന്നതിനിടയിൽ നമുക്ക് ക്ഷമ വേണം. അത് ചെയ്യുമ്പോൾ ഉടനീളം നമുക്ക് ക്ഷമ വേണം. അതെന്തിനാണ് ക്ഷമ? അലൽ വജ്ഹിൽ മശ്റൂ ബി അർക്കാനിഹാ വവാജിബാതിഹാ വസുനനിഹാ. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോലെയാണ് എന്ന് ഉറപ്പിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നിസ്കാരമാണെങ്കിൽ അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, റുക്നുകളുണ്ട്, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സുന്നത്തുകളുണ്ട്. ഇങ്ങനെ ഓരോ ഇബാദത്തുകളും ഓരോ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം പ്രവർത്തിക്കാൻ ക്ഷമ വേണം. എനിക്ക് തോന്നിയതുപോലെ അമൽ ചെയ്യാൻ ക്ഷമയുടെ ആവശ്യമില്ല. മറിച്ച് എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ മാത്രം പ്രവർത്തിക്കാൻ, അത് പഠിക്കാൻ ക്ഷമ വേണം, അത് പ്രവർത്തിക്കാൻ ക്ഷമ വേണം. അത് ചെയ്താൽ ആളുകൾ ചിലപ്പോൾ ആ സുന്നത്തിനെ നമ്മൾ ജീവിപ്പിച്ചാൽ പുത്തൻവാദി എന്ന് ആക്ഷേപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ക്ഷമ വേണം, അതിൽ ഉറച്ചു നിൽക്കാൻ ക്ഷമ വേണം. മരണം വരെ ആ സുന്നത്തിന്റെ വക്താവായി നിലകൊള്ളാൻ, അടിയുറക്കാൻ അതിലേറെ ക്ഷമ വേണം. അതുകൊണ്ട് ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, അമലുകൾ അത് പ്രവർത്തിക്കുമ്പോൾ ഉടനീളം നമുക്ക് ക്ഷമ വേണം. അത് ശറഅ് പഠിപ്പിച്ച രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് ക്ഷമ വേണം. മൂന്നാമത്തെ ക്ഷമ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കുണ്ടാകേണ്ടുന്ന ക്ഷമയുടെ മൂന്നാമത്തെ രൂപം അസ്സബ്റു ബഅദ അദാഇ ത്വാഅതി ബിഅൻ യസ്ബിറ അലാ കിത്മാനിഹാ വഅദമി ഇഫ്ശാഇഹാ തലബൻ ലിരിയാഇ വസ്സുംഅ. അമലുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് മറച്ചുവെക്കാൻ, അതാളുകൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്താതിരിക്കാൻ, ഞാൻ നന്മയുടെ വക്താവാണ് എന്ന് വിളംബരം ചെയ്യാതിരിക്കാൻ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുവോളം ആ രഹസ്യ സ്വഭാവം നിലനിർത്തി ആ ഇബാദത്തുകൾ അത് കാത്തു സൂക്ഷിക്കണം. ഇതിനും ക്ഷമ വേണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടാനുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ആ അമൽ, പ്രവർത്തനം, സൽക്കർമ്മം പ്രവർത്തിക്കുന്നതിന് മുമ്പേ നമുക്ക് ക്ഷമ വേണം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അത് കാഴ്ചവെക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പ്രവർത്തിക്കുവോളം ആ പ്രവർത്തനത്തിലുടനീളം ക്ഷമ വേണം. അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ, കാഴ്ചവെക്കാൻ. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുന്നത് വരേക്കും മറച്ചുവെക്കാൻ, അത് രഹസ്യമായി അള്ളാഹുവിനെ മാത്രം ബോധിപ്പിച്ചുകൊണ്ട് മരണം വരെ അതിലായി ജീവിക്കാൻ നമുക്ക് ക്ഷമ വേണം. ഇതാണ് അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. രണ്ടാമതായി സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ക്ഷമ അസ്വബ്റു അൻ മഅസിയത്തില്ലാ. അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. നമ്മുടെ മനസ്സുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളോട് ചാഞ്ഞ നിലയിലാണ് പടച്ചിട്ടുള്ളത്. തിന്മകളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടാം, തിന്മകളാൽ നമ്മൾ പ്രലോഭിതരാകാം, ഹറാമുകളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടേക്കാം. പക്ഷെ ഉടനടി ക്ഷമയവലംബിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിൽ മുഴുകി നന്മയിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കണം. ദേഹേച്ഛകൾ, അതുപോലെ തന്നെ ഹറാമുകൾ, തിന്മകൾ, പാപക്കറകൾ നമ്മെ ബാധിച്ചാൽ ശൈത്താൻ അല്ലാഹുവിന്റെ ദീനിൽ ഹറാമാക്കിയത് ഭംഗിയായി, മനോഹരമായി നമുക്ക് ചിത്രീകരിച്ചാൽ അവിടേക്ക് വശംവദരാകാതിരിക്കാൻ നമ്മൾ ക്ഷമയുടെ കടിഞ്ഞാണിനാൽ നമ്മുടെ നഫ്സിനെ ഉറപ്പിച്ചു നിർത്തണം. പണ്ഡിതന്മാർ അതിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മെ ഉണർത്തുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ ക്ഷമ കൈക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന രണ്ടു കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം അന്നദ്റു ഫിൽ ആഖിബതി വസൂഇൽ മസീർ. അള്ളാഹു വിലക്കിയ ഒരു കാര്യം, അവൻ ഹറാമാക്കിയ ഒരു കാര്യം ഞാൻ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന ദുരന്തം എന്താണ്, എനിക്ക് സംഭവിക്കുന്ന മോശമായ പര്യവസാനം എന്തായിരിക്കും, ഞാനിത് പ്രവർത്തിച്ച് ആരിലേക്കാണ് മടങ്ങുന്നത്, ആരെയാണ് കണ്ടുമുട്ടുന്നത്, ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഒരു തിന്മയിലേക്ക് നമ്മൾ മാടി വിളിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ദീനിൽ ഹറാമായ ഒരു കാര്യം അതിൽ നമ്മൾ ആകർഷിക്കപ്പെട്ടാൽ, ഇത് പ്രവർത്തിച്ചാൽ എനിക്കെന്താണ് നഷ്ടം, ആത്യന്തികമായി എനിക്കെന്താണ് പരാജയം, ഞാൻ പരലോകത്തേക്ക് സഞ്ചരിക്കുന്നവനാണല്ലോ, സ്വർഗ നരകങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയുണ്ടല്ലോ, ചോദ്യം ചെയ്യലുണ്ടല്ലോ. ഈ ചിന്ത നമ്മിലുണ്ടാകണം. തിന്മകളുടെ മോശമായ പര്യവസാനത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരം നമുക്കുണ്ടാകണം. എങ്കിൽ ആ തിന്മ പ്രവർത്തിക്കാതിരിക്കാൻ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് തിന്മകളുടെ അവസ്ഥ? തിന്മകൾ, ഹറാമുകൾ, പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആസ്വാദനം, സുഖം, അത് തീർത്തും നൈമിഷികമാണ്. ഒരു നിമിഷത്തെ, കേവലം മിനിറ്റുകളുടെ, അല്പം ഇടനാഴികകൾ മാത്രം നീണ്ടു നിൽക്കുന്ന, തീർത്തും നശ്വരമായ, പെട്ടെന്ന് പൊന്തിമുളച്ച് പെട്ടെന്ന് അവസാനിച്ചില്ലാതാകുന്ന വിചാരങ്ങളിൽ വിക്ഷുബ്ധമായ ഈ ശഹവത്തുകളുടെയും ദേഹേച്ഛകളുടെയും ഹറാമുകളുടെയും ചിന്തകൾ, അതുകൊണ്ട് അനുഭവിക്കുന്ന ആസ്വാദനം തീർത്തും നൈമിഷികമാണ്. ഈ നൈമിഷികമായ സുഖങ്ങൾ, അതിനുവേണ്ടി അനശ്വരമായ നിത്യനിതാന്തമായ സുഖങ്ങൾ, സ്വർഗം, പരലോകത്തെ പ്രതിഫലം, അള്ളാഹുവിന്റെ കാരുണ്യം, ഇത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, ഇല്ല, ഞാൻ ആ തിന്മയിലേക്കില്ല, ഞാൻ അതിൽ നിന്ന് വിടവാങ്ങുന്നു എന്ന് അവൻ ഉറപ്പിക്കും. ഇതാണ് തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ, ക്ഷമ കൈക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറയുന്നു, അൽ ഹയാഉ മിനല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ലജ്ജ. ഞാൻ ആരെയാണ് ധിക്കരിക്കുന്നത്? എനിക്കെല്ലാം നൽകിയ ഈ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും അവന്റെ നിഅമത്തുകൾ എന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹുവിന്റെ എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ? ആകാശങ്ങളിൽ, ഭൂമിയിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ, നിങ്ങളുടെ ഇണയിൽ, മക്കളിൽ, നിങ്ങളുടെ വാഹനത്തിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കൺഡോമങ്ങളിൽ, നിങ്ങളുടെ കൺപീലികളിൽ, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾ പ്രകടമായിരിക്കുന്നു. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, അല്ലാഹുവിലേക്ക് നിന്നെ അറിയിക്കുന്ന വഴിയടയാളങ്ങൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ബിഅദദി അൻഫാസ്, നിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾക്ക് സമാനമാണ്. നിന്റെ ഓരോ ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും അള്ളാഹുവിന്റെ നിഅമത്ത് നീ ആസ്വദിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, നീ കുടിച്ചിറക്കുന്ന ഓരോ തെളിനീരിന്റെ ജലപാനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ നീ ആസ്വദിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അവൻ നമുക്ക് നൽകിയ നിഅമത്തുകൾ, ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ റബ്ബിനെ ധിക്കരിച്ച് ഹറാം ചെയ്ത് ജീവിക്കാൻ സാധിക്കുക? അവൻ ലജ്ജിക്കും. മഹാനായ റബ്ബിനെ ധിക്കരിക്കാൻ അവൻ ലജ്ജിക്കും. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ, ക്ഷമ കൈക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആരെയാണ് ഞാൻ ധിക്കരിച്ചത് എന്ന ലജ്ജാബോധം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനിത് ചെയ്യരുതല്ലോ എന്ന ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹു പറഞ്ഞു, ആരാണോ അല്ലാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻപിൽ ചോദ്യം ചെയ്യലുണ്ട്, വിചാരണയുണ്ട്, അവന്റെ മുമ്പിൽ ഒരു നിൽപ്പുസ്ഥാനമുണ്ട് എന്ന് ഭയപ്പെടുന്നത്, സ്വന്തം നഫ്സിന്റെ ഇച്ഛകളെ തടഞ്ഞു നിർത്തിയത്, ക്ഷമിച്ചു കടിഞ്ഞാണിട്ട് നിർത്തിയത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന് സ്വർഗമാണ് സങ്കേതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ക്ഷമയവലംബിക്കാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആരെയാണ് നാം ധിക്കരിച്ചത് എന്ന് ചിന്തിക്കുക. തിന്മകൾ എത്ര നിസാരമാകട്ടെ, തിന്മകളുടെ ചെറുപ്പമല്ല നാം പരിഗണിക്കേണ്ടത്. സലഫുകൾ ചിലർ പറഞ്ഞതുപോലെ, എത്ര ചെറിയ തിന്മകയാണെങ്കിലും ആ തിന്മകൾ ആർക്കെതിരെയാണ് നീ പ്രവർത്തിച്ചത്, ആരെയാണ് അതുകൊണ്ട് നീ ധിക്കരിച്ചത്? മഹാനായ വലിയവനായ റബ്ബിനെയാണ്. ചെറിയ തിന്മയാണെങ്കിൽ പോലും നീ അവനെയാണ് ധിക്കരിച്ചത് എന്ന ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുഅ്മിൻ അവൻ മരിക്കുവോളം നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ക്ഷമയുടെ രണ്ട് രൂപങ്ങൾ നമ്മൾ സാമാന്യം വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള ക്ഷമ, അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കാനുള്ള ക്ഷമ.
മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധി നിർണയങ്ങൾ അതിൽ നമ്മൾ കൈക്കൊള്ളേണ്ടുന്ന ക്ഷമ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ, മുസീബത്തുകൾ ബാധിച്ചാൽ, ആകസ്മികമായ മരണമോ രോഗമോ കടമോ പട്ടിണിയോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അത് അല്ലാഹുവിന്റെ വിധിയാണ്. അവൻ മുൻകൂട്ടി നിശ്ചയിച്ചതു പ്രകാരമാണിത് സംഭവിച്ചത്. സബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ, അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുക തന്നെ. ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലവാരം, ഇതാണ് ഒരു മുഅ്മിനിന്റെ അഖീദ, അവന്റെ നിലപാട്. പണ്ഡിതന്മാർ പറയുന്നു, പരീക്ഷണങ്ങൾ ബാധിച്ചാൽ നമ്മൾ ക്ഷമ അവലംബിക്കേണ്ടതിന്റെ രൂപത്തെപ്പറ്റി. ഹബ്സുൻ നഫ്സി അനിൽ ജസഅ, നമുക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം മാനസിക നില തെറ്റുന്നതിനെ തൊട്ട് നമ്മുടെ ഖൽബിനെ, നഫ്സിനെ തടഞ്ഞു വെക്കണം. നിയന്ത്രണം വിട്ട്, പരിധി വിട്ട് വിഭ്രാന്തിയിലും അതുപോലെ തന്നെ ഡിപ്രഷനിലുമൊക്കെ ആകുന്ന അവസ്ഥ, അതിനെ തൊട്ട് നമ്മൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇത് മനസ്സിനെ കടിഞ്ഞാനിടുന്ന രൂപമാണ്. വഹബ്സുൽ ലിസാനി അനി തശക്കി വന്നദ വന്നിയാഹ, നാവിനെ ക്ഷമിച്ചടക്കി നിർത്തണം. എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അല്ലാഹുവിനെ പഴി പറഞ്ഞ്, വിധിയെ പഴിച്ച്, കൂടെയുള്ളവരെ ശപിച്ച്, സ്വന്തം നഫ്സിനെ തന്നെ നാശത്തിനു വേണ്ടി തനിക്കെതിരെ പ്രാർത്ഥിച്ച്, അട്ടഹസിച്ച് അലമുറയിട്ട് നാവുകൊണ്ട് ക്ഷമകേടിന്റെ വാക്കുകളും അല്ലാഹുവിന്റെ വിധിക്കെതിരെയുള്ള സംസാരങ്ങളും ഉരുവിടാതിരിക്കുക. നാവിനെ പിടിച്ചു നിർത്തണം. മൂന്നാമതായി വഹബ്സുൽ ജവാരിഹി അനിൽ അഫ്ആലിൽ മുഹറമ കലത്മിൽ ഖുദൂദ് വശഖിൽ ജുയൂബ് വദഅവൽ ജാഹിലിയ, നമ്മുടെ ശാരീരിക അവയവങ്ങളെ പിടിച്ചു നിർത്തണം, കടിഞ്ഞാണിടണം. തല സ്വയം ചുമരിലോ മറ്റോ തല്ലി തകർക്കുക, മാറത്തടിക്കുക, സ്ത്രീകളാണെങ്കിൽ വസ്ത്രം പിച്ചി ചീന്തുക. ഇങ്ങനെ സ്വന്തം ശരീരത്തെ നോവിച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ടും ശാരീരിക അവയവങ്ങളിലൂടെ ക്ഷമകേട് പ്രകടിപ്പിക്കുക എന്നതും പാടില്ല. അതുകൊണ്ട് ഒരു പരീക്ഷണം, ദുരന്തം, വിപത്ത് ബാധിച്ചാൽ 3 രൂപത്തിലാണ് നമ്മൾ ക്ഷമ അവലംബിക്കേണ്ടത്. ആദ്യം മനസ്സിന് കടിഞ്ഞാടിടണം, മനസ്സിന്റെ നില തെറ്റുന്നതിനെ തൊട്ട് ക്ഷമ അവലംബിക്കണം. നാവിൽ നിന്ന് അരുതായ്മകൾ വന്നുകൂടാ, അതിനെ തൊട്ട് നാവിന് കടിഞ്ഞാടണം, ക്ഷമിക്കണം. അവയവങ്ങളിലൂടെ അക്ഷമ പ്രകടിപ്പിച്ചുകൂടാ. അങ്ങനെയും നമ്മൾ ഈ പരീക്ഷണങ്ങൾ ക്ഷമ നടപ്പിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും ധനനഷ്ടം കൊണ്ടും അതുപോലെ തന്നെ ദേഹനഷ്ടം കൊണ്ടും ആകസ്മികമായ മരണങ്ങൾ കൊണ്ടും വിഭവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടുമെല്ലാം അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, അവിടെയെല്ലാം ഈ വ്യത്യസ്ത പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിൽ ക്ഷമ അവലംബിക്കുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുന്നു. അവർക്ക് സ്വർഗമുണ്ട്. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹു അവരെ പറ്റിയാണ് പറഞ്ഞത്, കണക്കില്ലാതെ, പരിധി നിശ്ചയിക്കാതെ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഒരു മുസീബത്ത്, പ്രയാസം ബാധിച്ചാൽ, ദുരന്തമുണ്ടായാൽ എന്തായിരിക്കും ഒരു മുസ്ലിമിന്റെ പ്രതികരണം? അല്ലാഹു പറയുന്നു, അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ, ഒരു വിപത്ത്, ദുരന്തം അവരെ ബാധിച്ചാൽ, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ പറയും, അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം അല്ലാഹുവിലേക്കാണ്. ഈ ബോധം, ഈ തിരിച്ചറിവ് ക്ഷമ അവലംബിക്കാൻ നമ്മെ സഹായിക്കും. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ നമ്മെ സഹായിക്കുന്ന 3 മാർഗങ്ങൾ. ഒന്നാമതായി ഈമാനുഹു ബിഖളാഇല്ലാഹി വഖദരിഹി വഅന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹു വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. അല്ലാഹുവിന്റെ ഖദറിൽ അടിയുറച്ച് വിശ്വസിക്കുക. അല്ലാഹു വിധിച്ചതേ സംഭവിക്കൂ, അവൻ തീരുമാനിച്ചതേ നടക്കൂ, അവൻ ഉദ്ദേശിക്കാത്തത് സംഭവിക്കുന്നില്ല, അവൻ ഉദ്ദേശിക്കുന്നത് മാത്രം സംഭവിക്കുന്നു. എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ പോയെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചത് കിട്ടാതെ പോയെങ്കിൽ അതെനിക്ക് കിട്ടേണ്ടതല്ല, അതെനിക്ക് കിട്ടുകയില്ല തന്നെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ
എനിക്കെന്തെങ്കിലും ബാധിച്ചുവെങ്കിൽ അതെനിക്ക് ബാധിക്കേണ്ടത് തന്നെയാണ്. ഞാൻ എന്ത് തലകുത്തി മറിഞ്ഞാലും, ഞാൻ എന്ത് അക്ഷമ പ്രകടിപ്പിച്ചാലും, ഞാൻ എന്തൊക്കെ മാർഗങ്ങളും പ്രതിരോധങ്ങളും പ്രിക്കോഷൻസും സ്വീകരിച്ചാലും അള്ളാഹു തീരുമാനിച്ചത് നടക്കും. അത് നടക്കുക തന്നെ ചെയ്യും. എനിക്ക് ബാധിക്കേണ്ടത് ബാധിക്കും, ബാധിക്കാതിരിക്കുന്നത് എനിക്ക് ബാധിക്കേണ്ടതല്ല തന്നെ എന്നുള്ള ഉറച്ച വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധി നിർണയത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇത് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ നമ്മെ സഹായിക്കും. നോക്കൂ നിങ്ങൾ, അതിന്റെ രഹസ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ നമ്മെ ഓർമ്മപ്പെടുത്തി. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ ബാധിക്കുന്നതാകട്ടെ, ഭൂലോകത്ത് സംഭവിക്കുന്ന എന്ത് ദുരന്തങ്ങളാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഅഹ, അല്ലാഹു അവന്റെ രേഖയിൽ അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടല്ലാതെ സംഭവിക്കുന്നില്ല, സംജാതമാകുന്നില്ല. അല്ലാഹു മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം മാത്രമേ നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും നാം ഓരോരുത്തരുടെ ജീവിതത്തിലും ഭൂമിയിലും സംഭവിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ദാലിക അലല്ലാഹി യസീർ, അങ്ങനെ രേഖപ്പെടുത്തുക, അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അത് സംഭവിക്കുക, ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാം എല്ലാറ്റിനും കഴിവുള്ള എല്ലാ കഴിവുടയവനുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തിൽ പറഞ്ഞു, എന്തിനാണ് ഈ സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയത്? കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുക എന്ന ഈ ഖദറിന്റെ പാഠം എന്തിനാണ്? ലിക്കൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിതരാകാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിങ്ങൾ പുളകം കൊള്ളാതിരിക്കാൻ, സന്തോഷിക്കാതിരിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും ഖൈറുണ്ടായാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓശാരമാണിത്. അവൻ എനിക്ക് രേഖപ്പെടുത്തിയത് എനിക്ക് ലഭിച്ചു, അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായാൽ സുമ്മ അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവിന് തന്നെയാണ് സർവ്വസ്തുതിയും. ഇത് അല്ലാഹു എനിക്ക് രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അല്ലാഹു രേഖപ്പെടുത്തിയത് തന്നെയാണ് സംഭവിച്ചത് എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാൾ, അയാൾക്ക് നഷ്ടം നേരിട്ടാൽ ദുഃഖിതനാവുകയില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത്, കിട്ടാത്തതിനെ കുറിച്ചോർത്ത് അവന് വിലപിക്കുകയില്ല. കാരണം അല്ലാഹുവിന്റെ തീരുമാനമാണ്. കിട്ടിയാൽ അവിടെയും അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകിയതാണ് എനിക്ക് കിട്ടിയത്, അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. ഞാൻ ആഹ്ലാദിക്കേണ്ടവനല്ല, അമിതമായി ധിക്കാരം പ്രവർത്തിച്ച് അഹങ്കരിക്കേണ്ടവനല്ല എന്ന ബോധം അവനിൽ ഉണ്ടാകും. ഇതാണ് പരീക്ഷണങ്ങൾ ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ വാഗ്ദാനങ്ങൾ അതോർത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അവർക്ക് കണക്കില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകും. ബിഗൈരി ഹിസാബ്, ഒരു പരിധി നിശ്ചയിക്കാതെയാണ് ക്ഷമാലുക്കൾക്കുള്ള പ്രതിഫലത്തെ പറ്റി അല്ലാഹു വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നവർക്ക് നൽകുന്ന കണക്കില്ലാത്ത പ്രതിഫലം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ക്ഷമകേട് കാണിക്കാതിരിക്കാൻ നമ്മെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ, നല്ല മഹത്തായ വമ്പിച്ച പ്രതിഫലം കടുത്ത പരീക്ഷണങ്ങളോടൊപ്പമാണ്. കടുത്ത പരീക്ഷണങ്ങൾ ക്ഷമയവലംബിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ, അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ വമ്പിച്ച പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം അള്ളാഹു പറഞ്ഞില്ല, ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു ഞെരുക്കമുണ്ടായാൽ കണക്കില്ലാതെ യുസ്ര, എളുപ്പം നൽകുന്നവനാണവൻ. നോക്കൂ നിങ്ങൾ, ഈ പ്രയോഗത്തിൽ ഒരു അത്ഭുതമുണ്ട്. ഇന്ന മഅൽ ഉസ്രി, പ്രയാസത്തിനോടൊപ്പം അലിഫ് ലാം ചേർന്നിരിക്കുന്നു. അൽ ഉസ്, ഒരു നിശ്ചിതമായ, ഒരു പ്രത്യേകമായ, ഒരു നിർണിതമായ പരീക്ഷണം നമുക്കുണ്ടായാൽ, മുസീബത്തുണ്ടായാൽ, യുസ്ര, അവിടെ യുസ്ര എന്നുള്ള പ്രയോഗം നക്കിറയാണ്, അലിഫ് ലാം ഇല്ലാതെയാണ് അള്ളാഹു പ്രയോഗിച്ചത്. കണക്കില്ലാതെ അള്ളാഹു എളുപ്പം നൽകുന്നതാണ്. പരലോകത്ത് എന്തായാലും അവർക്ക് അള്ളാഹു പരിധി നിശ്ചയിക്കാതെ പദവികൾ ഉയർത്തി നൽകുന്നതാണ് സ്വർഗത്തിൽ. നോക്കൂ നിങ്ങൾ, ഞെരുക്കമുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്ക് എളുപ്പത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്ന നസ്റ മഅ സബ്ർ, അറിയണം ക്ഷമയോടൊപ്പമാണ് വിജയമുള്ളത്. വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തോടൊപ്പമാണ് തുറവിയുള്ളത്. വഅന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പമുള്ളത് എന്ന് നീ അറിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരീക്ഷണങ്ങൾ ദുരന്തങ്ങളായി, നഷ്ടങ്ങളായി, അതുപോലെ തന്നെ പ്രയാസങ്ങളായി നമ്മെ ബാധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു ചിന്ത കൂടിയുണ്ട്. പരീക്ഷണങ്ങൾ ഒരു പക്ഷേ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയായിരിക്കാം.
നമ്മുടെ ചെയ്തികളായിരിക്കാം, നമ്മുടെ ധിക്കാരമായിരിക്കാം, നമ്മുടെ തോന്നിവാസങ്ങളായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. ഏതൊരു മുസീബത്ത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ അത് സംഭവിക്കുന്നത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കരങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രളയമുണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുമ്പോൾ, ഭൂമി തുറന്നതുകൊണ്ട്, കോറി ഉണ്ടാക്കിയതുകൊണ്ട്, മരങ്ങൾ മുറിച്ചതുകൊണ്ട്, പ്രകൃതിയിൽ നമ്മുടെ കടന്നുകയറ്റം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവർക്കാണ് ഫബിമാ കസബത് ഐദീകും എന്ന ആയത്തവരോധം. ഇവിടെ പറഞ്ഞ ഫബിമാ കസബത് ഐദീകും നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന തിന്മകൾ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ, അതാണ് പാപങ്ങളാണ് മുസീബത്തുകളുടെ പ്രധാന കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രകൃതി നമുക്ക് അനുകൂലവും പ്രതികൂലവുമാക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ പരീക്ഷണങ്ങൾക്ക് മറയാക്കാതിരിക്കുമാറാകട്ടെ. അല്ലാഹു സകല പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ സുരക്ഷിതമാക്കുമാറാകട്ടെ. വഇൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, ക്ഷമയും തഖ്വയും. എന്തു പരീക്ഷണങ്ങൾ ഉണ്ടായാലും ക്ഷമിക്കുക, ഭംഗിയായി ക്ഷമിക്കുക. സബ്റുൻ ജമീൽ, അതിന്റെ ആദ്യ മാത്രയിൽ ക്ഷമ കൊണ്ട് അതിനെ വരവേൽക്കുക, സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ക്ഷമ പരീക്ഷണങ്ങളുടെ ആദ്യ മാത്രയിലാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ആദ്യം അത് അനുഭവിക്കുമ്പോൾ സകല അക്ഷമയും അതുപോലെ തന്നെ തൃപ്തികേടും പ്രകടിപ്പിച്ച് പിന്നീട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. അള്ളാഹു ഹറാമാക്കിയത് ജീവിതത്തിൽ അകറ്റി നിർത്തുക, അവൻ നിർബന്ധമാക്കിയത് മരണം വരെ മുറുകെ പിടിക്കുക. വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് അല്ലാഹു നിർണിതമായി നമ്മോട് കൽപ്പിച്ച കാര്യമാണ്, നമ്മുടെ വിജയത്തിന്റെ മന്ത്രമാണ്, നമ്മുടെ സൗഭാഗ്യത്തിന്റെ അടയാളമാണ്, നമ്മുടെ പ്രതാപത്തിന്റെയും നഷ്ടദുഃഖങ്ങളുടെയും വീണ്ടെടുപ്പിന് കാരണമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.